സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സോളോ ക്ലിറ്റ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു മോപ്പ് ഫാമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്താ ഇടാന്ന് വെച്ചാൽ ഗൈസ് കുറച്ച് അത്യാവശ്യം നല്ല പണിയുള്ളൊരു കാര്യം ഉണ്ടാക്കാൻ കഴിയുന്ന മോപ്പ് ഫാം. അപ്പോൾ അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഈ മോപ്പ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ വെച്ചാൽ XP-ക്കും പിന്നെ ഗൺ പൗഡറിനും പിന്നെ ബോണ്ടിനും വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടെന്നല്ല, വേണം. എന്തെങ്കിലുമൊക്കെ റയറായിട്ട് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കുന്നത്, പാൻറ്റും കിട്ടി, ബൂട്ടും കിട്ടിയെന്നല്ല, ഡയമണ്ട് അടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും ചെറിയൊരു എൻചാൻമെൻറ്റ് കൊടുത്തിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ ഇപ്പോൾ അവിടെ വന്നതെന്ന് വെച്ചാൽ പാൻറ്റിന് ഒരു എൻചാൻമെൻറ്റ് കൊടുക്കാൻ കുറച്ച് XP വേണം. അപ്പോൾ ലെവൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ച് വന്നിട്ട് പോകണം. പിന്നെ ഗൺ പൗഡറും നമുക്ക് TNT ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡയമണ്ട് കൂടി ഒപ്പിക്കണം. എന്തിനാ വെച്ചാൽ ഫുൾ ഡയമണ്ട് ടൂൾസ് ആക്കണം. പിന്നെ നമ്മളെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പൊട്ടാനയക്കുന്നത്, അതും ശരിയാക്കണം. എൻഡിങ് വേണം അതിനാണ് നമ്മൾ ട്രേഡിങ് ഹാളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വില്ലേജറിനെ വെച്ചിട്ട് ബുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രം ഏതൊരു വില്ലേജറിന് അങ്ങനെ എന്ത് സെറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ നേരെ എൻഡ് പോകുന്നേക്കും. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് എൻഡ് പോകും. ജസ്റ്റ് ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂൾസും വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പോവുക. ഡ്രാഗനെ കൊല്ലണം, അതാണ് നമ്മളെ ഇനിയുള്ള ലക്ഷ്യം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ താഴെ തെറ്റിയിട്ട് ബാക്കി പറഞ്ഞുതരാം. സോ ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നല്ല ഗ്രാഫിക്സ് ഇല്ലേ, വൈബ്രന്റ് വിഷ്വൽസ്. ഇത് നല്ല ലാഗും ഉണ്ട്. ഇടക്കിടക്ക് ലാഗായി ഞാൻ കുറേ ചത്തിക്കുന്നത്. എന്നുവെച്ചാൽ സീരിയസ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻ വരുമല്ലോ കേവിൻ്റെ ഉള്ളിലൊക്കെ, അവിടെ നിന്നൊക്കെ കുറേ ചത്ത് ഒരുമാതിരി സ്റ്റക്കായി പോകും. ലാഗാണ് കുഴപ്പമാണ്, പക്ഷെ സ്റ്റക്കായി പോകും, അതാണ് സീന്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ബൂട്ട്സ്, എടാ ഇതല്ലടാ എനിക്ക് അയ്യോ ഇതിപ്പോൾ എങ്ങനെ എടുക്കുക? ബൂട്ട്സ് കിട്ടി. ഓക്കെ, ഇത് എൻചാൻറ്റ് ചെയ്യണം. എൻചാൻറ്റ് പറയുമ്പോൾ ജസ്റ്റ് ഒരു എൻചാൻറ്റ് കിട്ടോ, എന്നുവെച്ചാൽ ഇതിന് ഇവർ പറയുന്ന എൻചാൻറ്റ് എന്താ ചെയ്ത് പ്രൊട്ടക്ഷൻ 2. ഓക്കെ, അത് മതി. ഗൈസ്, എനിക്കൊരു കാര്യം അറിയില്ല. എന്താ വെച്ചാൽ ഇതിനിപ്പോൾ ഒറ്റ പ്രാവശ്യം ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞു തരണേ. പിന്നെ എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഇനിയും ബുക്ക് വെച്ച് പവർ കൂട്ടേണ്ടി വരുന്നതാണ്. പവർ കൂട്ടിയിട്ട് ചെയ്യാനേ പറ്റുന്നതാണ്. അല്ല അൻവിൽ ഉണ്ടാക്കേണ്ടി വരും, എന്നിട്ട് ബുക്ക് വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് TNT കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് മൈനിങ്ങിന് പോകണം. ഓക്കെ, എന്തായാലും കുറച്ച് TNT ഉണ്ടാക്കട്ടെ. TNT ഉണ്ടാക്കാൻ കഴിയൂലേ? എന്താ TNT? ഓ, പറ്റും. ഓക്കെ, എന്തായാലും നമ്മളിനി നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് പോട്ടെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അവിടെ ഫുള്ള് പൊട്ടി കിടക്കാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ മൈൻ ചെയ്താണ്. നമുക്ക് ഇവിടുന്ന് നടന്നതാണ് ഒരു 6 ഡയമണ്ട് കിട്ടി, 6 5 ഡയമണ്ട്. ഓക്കെ, എന്തായാലും ഇനി ഇവിടുന്ന് നേരെ കുറച്ചും കൂടി നമ്മൾ ഇവിടെയാണോ നമ്മൾ മൈൻ ചെയ്തൊരു സാധനം കണ്ടീനി, നമ്മൾ ഓൾറെഡി മൈൻ ചെയ്ത് പോയൊരു വഴി. അത് ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് മൈൻ ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ ഇങ്ങോട്ടൊക്കെ TNT വെച്ച് പൊട്ടിക്കട്ടെ. ലാഗായതുണ്ടോ? ഇടക്കിടക്ക് ഒരു സ്റ്റെക്ക് ഉണ്ട്. ഡയമണ്ട് ഉണ്ടാവണേ. ഇല്ല, ആദ്യത്തെ TNT വേസ്റ്റായി. ഓക്കെ, ഇനി അടുത്ത TNT വെക്കാം. അയ്യോ, പൊട്ടി. ഞാൻ വെച്ചാൽ കത്തിയില്ല, അടിയിലാണ് തീയെത്തി. ഓക്കെ, ഇനി അടുത്ത TNT. ഇത് മിക്കാറൊക്കെ പോകും. ഒരൊറ്റ ഡയമണ്ടെങ്കിലും കിട്ടിയാൽ മതി. അതും പോയില്ലേ? അതിലും ഒന്നുമില്ല. ഇവിടെ ഡയമണ്ട് ഇടാൻ ചാൻസ് ഇല്ല, സോ ഇങ്ങോട്ട് പോയേക്കാം. ഓക്കെ. അയ്യോ, ടോർച്ച് കിട്ടി. ഗൈസ്, കിട്ടി. ഒരു ഡയമണ്ട്. ഒന്നല്ല, ഒരു 2 ഉണ്ട് തോന്നുന്നു. 2 ഉള്ളൂ. ഒന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ
ഒന്നുകൂടി ഉണ്ടാവണ്ടാണല്ലോ. അല്ല പറയാൻ പറ്റൂല, ചിലപ്പോൾ ഉണ്ടാവില്ല, അറിയില്ല. ഓ അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത TNT വെച്ച് പൊട്ടിക്കുക. ഓക്കെ, ഡയമണ്ട് ഉണ്ടാവണേ. ഓക്കെ, പൊട്ടി പൊട്ടി പൊട്ടി. ഇത് കൂടി പോവാ. ഇല്ല, ഇവിടെ ഇല്ല. ഇനി ഒന്നും കൂടി പൊട്ടിച്ചു വെക്കാം. ഉണ്ടായാൽ മതി ഇനി. സോ ഇവിടെ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് TNT മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വയ്ക്കി കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് പൊട്ടിച്ച TNT ഇല്ലേ, അവിടെ നമുക്ക് 2 ഡയമണ്ട് കിട്ടി. ഇതാ അതിപ്പോൾ 2 ഡയമണ്ട് എടുക്കുകയാണ്. 2 ഡയമണ്ടേ ഉള്ളൂ. ഒന്നും കൂടി ഫയർ ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി കിട്ടേണ്ടതാണ്. നോക്കി നോക്കാം. ഉണ്ട് 2 ഡയമണ്ട്. അതാ. ഓ ഭാഗ്യം. നേരത്തെ ഒന്ന് ഞാൻ പൊട്ടിച്ചപ്പോൾ എനിക്ക് 1 ഡയമണ്ട് പോലും കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, എന്തായാലും ബാക്കി TNT കൂടി ഞാൻ പൊട്ടിക്കട്ടെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ TNT ഫുള്ള് പൊട്ടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഫുള്ള് ഡയമണ്ട് കൊടുത്താക്കണം. ഫുള്ളാക്കാൻ പറ്റുമോ അറിയില്ല. ഒരു ആക്സ് ഉണ്ടാക്കുക, പിന്നെ ഒരു സോഡ് ഉണ്ടാക്കുക. അതിനുള്ളതേ ഉള്ളൂ. അല്ല, വേണമെങ്കിൽ നമുക്ക് ഹോയും മറ്റേ സാധനം ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ട് തോന്നുന്നു. ഉണ്ട്, പക്ഷെ അത് ഉണ്ടാക്കണോ? തൽക്കാലം ഉണ്ടാക്കിയേക്കാം, കുഴപ്പമില്ല. കിടക്കട്ടെ, ലാവിഷ് ആവട്ടെ. ഓക്കെ, ഇനി ബാക്കി എത്ര ഡയമണ്ട് ഉണ്ട്? 3 ഡയമണ്ട്. കടന്നോട്ടെ. അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പിക്കാസ് ഉണ്ടാക്കാം. ഇപ്പം ഉണ്ടാക്കില്ല തൽക്കാലം, അത് 6 പാടായി പോകും. ഓക്കെ, ഇനി എന്തായാലും ലാപ്പിസ് വെച്ചിട്ട് തൽക്കാലം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു എൻചാൻമെൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അവിടെ എവിടെ? അറ്റാക്ക് 4, എഫിഷ്യൻസി 1. ഇതിനൊക്കെ പവറും വേണ്ടി വരും, അതാണ് ഒരു സീന്. ഓക്കെ, എൻചാൻറ്റ് ചെയ്ത് കിട്ടി. അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലേ. നമ്മുടെ ഇത് ഫുള്ള് തീർന്നുണ്ടാവില്ല. XP. ഇതെന്താ ഉള്ളത് പവർ? ബാൻ ഓഫ് ആന്ത്രോപോൺസ്, എഫിഷ്യൻസി 1, എഫിഷ്യൻസി 2, സ്മിത്ത്, അൺബ്രേക്കിംഗ്. ബാക്കി നമുക്ക് ട്രേഡ് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ആർമറും കൂടി ഒന്നിട്ട് ഒന്ന് നോക്കി വെക്കാം. സെറ്റ് ഗൈസ്, നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ഫുൾ ഡയമണ്ട് ടൂൾസ്. സോ ഗൈസ്, നമ്മൾ ഇനി ഫുഡിൻ്റെ അൺലിമിറ്റഡ് ഫുഡ് എങ്ങനെ ആവുന്നതെന്ന് കൂടി കാണിച്ചു തരാം ഗൈസ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മളെ ബോൺസ് ഇല്ലേ, ബോൺ മീൽ, പിന്നെ ബോൺ മീലാണ് മെയിനായി വേണ്ടത്. നമ്മളെ ഈ ക്രാഫ്റ്റിങ്ങിൽ തന്നെ നമുക്ക് കുറേ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്ര ബോൺ മീലുണ്ട്? ഇത് 64 49. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളിലൊരു ഫാം ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. അയ്യോ ലാഗായി. നമ്മുടെ മോബ് ഫാമിൽ നിന്ന് കിട്ടുന്ന ബോൺ മീൽ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുക. ഇത് കൃഷി ചെയ്യുക, പിന്നെ എടുക്കുക, തിന്നുക, ബാക്കിയുള്ളത് കൃഷി ചെയ്യുക. ഇതാണ് ഗൈസ് അൺലിമിറ്റഡ് ഫുഡ്. അപ്പോൾ നമ്മുടെ മോബ് ഫാം കൊണ്ട് ഉള്ള ഉപയോഗങ്ങളാണ്. ഒന്ന് നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഗൺ പൗഡർ ഉണ്ടാക്കാം, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് തീരൂല അല്ല, നമുക്ക് തീർന്നാലും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മിക്കവാറും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡ്രാഗനെ തട്ടും. ചിലപ്പെട്ടോ പറയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോയെന്ന്, ഇനി എന്തെങ്കിലും മുൻകരുതൽ എടുക്കണമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.